പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എവിടെ നിന്നാണ് ഈ വലിയ നല്ല മൂല്യമുള്ള ആശയങ്ങൾ ലഭിക്കുക എന്നുള്ളത്. അപ്പോൾ അതിന് ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ വായ അടച്ചു പിടിച്ച് കണ്ണും കാതും പ്രകൃതിയിലേക്ക് തുറന്നു വെക്കുക. എന്നിട്ട് പ്രകൃതിയെ ഇങ്ങനെ നിരീക്ഷിക്കുക. പ്രകൃതിയുടെ ശബ്ദങ്ങൾ കേൾക്കുക, ചുറ്റുപാടുമുള്ള ശബ്ദങ്ങൾ കേൾക്കുക, ചുറ്റുപാടുമുള്ളവർ പറയുന്നത് കേട്ട് അതിൽ നിന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ചെയ്യാറുള്ളത്, നമുക്ക് ചെറിയൊരു കാര്യം കിട്ടി അതിനെക്കുറിച്ച് ബളബളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അത് മാറ്റി വെച്ചിട്ട് അതിനെക്കുറിച്ച് ദീർഘമായിട്ട് ആലോചിക്കുകയും അതിൽ പ്രകൃതിയോടും ചുറ്റുപാടിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുകയും അതിനെക്കുറിച്ച് നിരീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നല്ല ആശയങ്ങൾ നമുക്ക് ലഭിക്കാൻ ഏറ്റവും വലിയ മാർഗം. പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ള മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ മറ്റുള്ളവർ ചിന്തിച്ച ആശയത്തെ പ്രവർത്തിക്കുകയും അതിനു വേണ്ടി നമ്മുടെ ചിന്തകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാണ് നമ്മളിപ്പോൾ സാധാരണ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ചെയ്യാറില്ലേ. ആ സമയത്ത് നമുക്കെന്താ വെച്ചാൽ, നമുക്ക് ജീവിച്ചങ്ങനെ പോകാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിച്ചു പോകാം. പക്ഷെ നമ്മൾ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്കൊരു എൻജോയബിളായ, ബേജാറില്ലാത്ത, ആശങ്കകളില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചിന്തിക്കുകയും എന്നിട്ട് അത് നമ്മുടെ ചിന്തകളെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത്, മറ്റുള്ളവരെ ചിന്തയെ നമ്മുടെ പ്രവർത്തിച്ച് അതിനെ പരിപോഷിപ്പിക്കുക. അതിൽ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ ചിന്തയെ മറ്റുള്ളവർ പ്രവർത്തിച്ച് അതിന് പരിപോഷിപ്പിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ എൻജോയബിളായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ വായ അടച്ചു പിടിച്ച് കണ്ണും കാതും പ്രകൃതിയിലേക്ക് തുറന്നു വെക്കുക.